അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. ഞാനൊക്കെ ഒന്ന് കാണാനാ. ഇവിടെ സ്ത്രീകളൊക്കെ പോകുന്ന സ്ഥലമല്ലേ? വാരേ നമ്പൂരി, അമ്പലത്തിൽ എല്ലാരും ഒന്നും ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. സാറില്ല, ഒരു 500 ഉറുപ്പിയുടെ ചെലവുണ്ട് ശുദ്ധി കലശത്തിന്. അതിനെന്താ തന്തപ്പൊടി പൂത്ത കാശി തലക്കിൽ വെച്ചല്ലേ കിടക്കണേ, അങ്ങോട്ട് ചെലവാക്കട്ടെ. നമ്പൂരി, ശുദ്ധി കലശത്തിന് കമ്മിറ്റി എത്ര ഉറുപ്പിക നിശ്ചയിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തായി പറയുന്നത്? ഹിന്ദുവാണോ? ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ഹിന്ദുവാണോ? ഈ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നാണ് ബോർഡിൽ. ശ്രീകോവിലിൽ കയറിയിട്ടൊന്നുമില്ലല്ലോ. സോറി, ഞാൻ സാറില്ല, ഒരു 501 ഉറുപ്പിക അടച്ച് രസീത് വാങ്ങിച്ചോളൂ. തൃപ്പടി വരെ പോവാലോ? അല്ല, ഇവിടം വരെ കയറിയാൽ തന്നെ നിയമപ്രകാരം അശുദ്ധായി. തൃപ്പടി 500 മതിയിടോ ലേലം വിളി. കം, ലെറ്റ് ദ മാർക്കറ്റ് ഔട്ട്. എല്ലാ ഭാഷകളിലും ആ ബോർഡ് എഴുതി വെക്കേണ്ടതായിരുന്നു. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. എന്റെ വീട്ടുകാർക്ക് മുമ്പ് പുറത്തു നിൽക്കാനേ പാടുള്ളൂ. അത് മാറി. ഇതും ചിലപ്പോ മാറിയേക്കും കുറെ കഴിയുമ്പോ. ഞാൻ കുട്ടിക്കാലത്ത് പപ്പയുടെ കൂടെ അമ്പലത്തിൽ പോവും. സൺഡേസ് ചർച്ചിലും പോവും. ഞാൻ മടങ്ങാം. വരുന്നില്ലേ? വാസന്തയെ കാണണ്ടേ? വാട്ട് ഇസ് ദിസ്? അവിടെ എനിക്ക് പ്രവേശിക്കാമോ എന്നത് മറ്റൊരു പ്രോബ്ലം. നിങ്ങൾ രണ്ടാളും സീരിയസ് ആണെങ്കിൽ പിന്നെന്ത് പ്രോബ്ലം? ഡു ഇറ്റ്. ഞാൻ സീരിയസ് ആണ്. സ്വയം അനലൈസ് ചെയ്ത് നോക്കി. വെറും ഒരു കമ്പമല്ല എന്ന് ബോധ്യമായി. സീരിയസ് ആണ്. എങ്ങനെ? ടെൽ മീ, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഞാനൊരു ലെക്ചർ തരേണ്ട കാര്യമുണ്ടോ? അറിയാനാണ്. സീരിയസ് ആണെന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്തു? ജീവിതത്തിന് അർത്ഥം തോന്നിക്കുന്ന ഒരാൾ വല്ലപ്പോഴും മനസ്സിന്റെ വാതിൽ തുറന്ന് കടന്നു വരും. അപ്പോ കാര്യം സീരിയസ് ആവുന്നു. യു ഷുഡ് ട്രൈ പോയട്രി. കവിത എഴുതാറുണ്ട് ചിലപ്പോ. എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും പഠിക്കണം. പലതും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് അറിയുന്നത്. ഒരു ബോർഡ് മിസ് ചെയ്തത് ഏതായാലും വലിയ അത്യാഹിതമായില്ല. ഭാഗ്യം. വാസന്തി ഒരു സിമ്പിൾ ഗേളാണ്. അവളൊരു സിംഗപ്പൂർ ധനികന്റെ മകനെ വിവാഹം കഴിക്കുന്നതാണ് ലോജിക് പ്രകാരം ശരി. സ്നേഹത്തിന് ലോജിക്. മലയാളത്തിൽ ഒരു കവിതയിലുണ്ട്, കന്യമാർക്ക് നവാനുരാഗങ്ങൾ, കമ്രശ്വരന് സ്ഫടികവളകൾ. കാന്റ് ഫോളോ. വർണ്ണപ്പകുട്ടുള്ള കുപ്പിവളകൾ മാറ്റിയിടും പോലെയാണ് കന്യകമാർക്ക് പ്രേമങ്ങളെന്ന്. ക്ലാസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു. ചോദിക്കുന്നതിൽ വിഷമമില്ലല്ലോ. എത്ര പ്രാവശ്യം കുപ്പിവളകൾ മാറ്റിയിട്ടുണ്ട് മിറാന്റെ? നല്ല നിറമുള്ളതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല മിസ്റ്റർ രാജേന്ദ്രൻ. വരട്ടെ. കൊറേ നടന്നു. മലയാളത്തിലൊരു അഡ്വാൻസ് കോഴ്സിന് വിശ്വഭാരതി ചേർന്നാലോ എന്ന് ആലോചനയുണ്ട്. ഐഡിയ എങ്ങനെ? പഠിക്കലും പഠിപ്പിക്കലും. ഞാൻ എത്ര വിഡ്ഢിയാണെന്ന് വിചാരിക്കണ്ട. മനസ്സിലായില്ല. കളിയും ചിരിയും ഞാൻ കാണുന്നുണ്ട്. കാണുന്നവരൊക്കെ മയക്കണമെന്നെ വ്രതമുണ്ടോ? യു സില്ലി ഫൂൾ. ഞങ്ങൾ ഇതുവരെ സംസാരിച്ച മുഴുവൻ നിന്നെ പറ്റിയായിരുന്നു. നിന്നേക്കാൾ ബെറ്റർ ആരെങ്കിലും അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നിപ്പോ തോന്നുന്നു. ഹീസ് നൈസ് ആൻഡ് ഹീസ് സീരിയസ് അബൌട്ട് യു. നിന്റെ വിഡ്ഢിത്തങ്ങൾ കൊണ്ട് അയാളെ വെറുപ്പിക്കല്ലേ. എന്നെപ്പറ്റി എന്തു പറഞ്ഞു? നീ മഹാ യൂസ്ലെസ് സ്റ്റുപ്പിഡ് ഇഡിയറ്റ് ഒക്കെയാണെന്ന്. എന്നാലും നിന്നെ തന്നെ മതിയെന്ന് പോരെ? ഭയങ്കര ബിസി ആയിരിക്കാം പേട്ട. ഉണ്ണാൻ വന്നില്ലല്ലോ എന്ന്. പെരുമ്പലത്തെ പറമ്പിലെ തോട്ടങ്ങളാ. അവിടുന്ന് ഉച്ചയ്ക്ക് ചായ കഴിച്ചു. കൂടെ നിന്നില്ലെങ്കിൽ ചെറുമക്കൾ പണിയെടുക്കില്ലെന്നേ. വാദിപ്പടിമേലെ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രമാണം. മൈ ഗോഡ്, വീണ്ടും അപകടമായോ? ഇരുന്നോളൂ. നിയമങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരൂ. എന്നാ തെറ്റുപറ്റില്ലല്ലോ. ഏയ് ഇരുന്നോളൂ. അങ്ങനെ ഒരു പ്രമാണം അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അകത്തും പുറത്തും അല്ലാത്ത സ്ഥലമാണല്ലോ വാതിൽപ്പടി. ഓ. വാതിൽപ്പടി കിടത്തിയിട്ടാണ് നരസിംഹം ഹിരണ്യകശുവിനെ കൊന്നത്. പ്രഹ്ലാദന്റെ കഥയില്. ചില കഥകളൊക്കെ പപ്പ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിരുന്നു. ഒക്കെ പിന്നെ മറന്നു. നാമജപം മറന്നിട്ടില്ലല്ലേ? കുട്ടിമാമ വരുന്നു കേട്ടാൽ ഇവിടെ ഒരു ഉത്സവമായിരുന്നു അന്നൊക്കെ. താക്കോല് കൊടുത്ത ചെണ്ട കൂട്ടുന്ന ഒരു കുരങ്ങന്റെ ബൊമ്മ എന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും അത് തട്ടുംപുറത്ത് എവിടെ കിടക്കുന്നുണ്ട്. കുട്ടിമാമ മരിച്ച പിന്നെ അമ്മ വേറെ കല്യാണമൊന്നും. ഓന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ പറയണേ? മീര അമ്മയുടെ കൂടെ അല്ലേ?
ബോംബെയിൽ താമസം? ആയിരുന്നു, ഇപ്പോഴല്ല. അമ്മായിക്ക് ഒന്ന് വരായിരുന്നു. ഞങ്ങളൊന്നും ബോംബെയിൽ വരലുണ്ടാവില്ലല്ലോ, വെറുതെ ഒന്ന് കാണാൻ. എത്രയായാലും അമ്മായിയുടെ സ്ഥാനം ഉണ്ടല്ലോ. അമ്മയുടെ പേരെന്താ? ഓർമ്മയുണ്ടായിരുന്നു, മുമ്പ് മറന്നു. അപ്പേട്ടാ, ഇവിടുത്തെ വല്ല കഥകളോ പുരാണങ്ങളോ ഒക്കെ പറയും, കേൾക്കാൻ ഇഷ്ടമാണ്. ബോംബെയിലെ കാര്യങ്ങളൊന്നും ദയവായി ചോദിക്കരുത്. അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ഇവിടേക്ക് വന്നത്. പ്ലീസ്. പക്ഷേ എന്തായാലും അമ്മയല്ലേ? അമ്മ സ്റ്റുപ്പിഡ്. അപ്പേട്ടാ, ഐ എം സോറി അപ്പേട്ടാ. ഞാൻ എന്തോ പറഞ്ഞു. ഹേയ്, ഒരു സംഗതി മനസ്സിലായി. ദേഷ്യം വരുമ്പോ മീരയ്ക്ക് നാവിൽ ആദ്യം വരിക ഇംഗ്ലീഷല്ലേ? ദേഷ്യമില്ലാതെ തന്നെ വേറൊന്ന് പറയാനും തോന്നുന്നുണ്ട്. യു ആർ ഗ്രേറ്റ്. അപ്പേട്ട ഒരു അത്ഭുതമാണെന്ന്. ഗുഡ് നൈറ്റ്. You go. I am all right. ഞാൻ കൂടെ വരണോ? I am all right. You go. അനിൽ, എഴുന്നേക്കൂ. I am all right. ബഹളം ഉണ്ടാക്കി അച്ഛനെ ഉണർത്തണ്ട. സ്റ്റഡി മാൻ. പതുക്കെ. I'm sorry. Come on, no sleep. ഒന്നുമില്ല. ഞാൻ മരിക്കും. ഇങ്ങനെ പോയി അസൈലത്തിൽ കിടന്ന് മരിക്കും. അനിൽ ഉറങ്ങും. ഡോക്ടറെ വിളിക്കൂ. ഡോക്ടർ. ഇതിന് ഒരു ഡോക്ടറും വേണ്ട. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട. എന്താ എണീക്കാൻ. എന്താ എന്ന് ചലിക്കണ്ട, അങ്ങോട്ട് എണീക്കാൻ. അവൾ ഇപ്പൊ ഇറങ്ങണ ഈ വീട്ടിൽ നിന്ന്. ആ ഇറങ്ങണം. പക്ഷെ നട്ടപ്പാതിരാ നേരത്ത് ഒരു ചട്ടക്കാരത്തി മോഹിനെ കൊണ്ടാ മുമ്പ് ഈ തറവാടിന് പേരുദോഷം ഉണ്ടായത്. ഇനി അങ്ങനെ വേണോ? എന്നുവെച്ചാ മനസ്സിലായില്ലേ? മനസ്സിലാവണമെങ്കിൽ ആ മുറിയിൽ എന്നൊന്ന് നോക്കൂ. അനിലിന്റെ കൂടെ ഉള്ള കിടപ്പിന്റെ വട്ടവും തുടങ്ങി. നീ എന്താ? ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടതാ. എന്റെ മക്കളാണ് ഗുരുവായൂരപ്പനാണ് സത്യം. അച്ഛൻ മര്യാദയ്ക്ക് വിളിച്ച് അവളോട് ഇറങ്ങി പോകാൻ പറയുന്നുണ്ടോ? അതോ ഞാൻ ചൂലെടുത്തടിച്ചിറങ്ങണോ? എന്താ പേട്ടാ? ഇപ്പൊ ഇറങ്ങണം. നിന്നോടാണ്. കടന്നു പോകാൻ ആന്റി പറഞ്ഞത്. ഞാനും ഇവിടുത്തെ ഒരു മെമ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും. ഓഹോ, എന്നാ അവകാശം പറയാന്ന് നോക്കിയിരിക്കായിരുന്നു ഞാൻ. എനിക്കും കുറച്ച് അവകാശം ഉണ്ടാവില്ലേ?
അത്രത്തോളം പറഞ്ഞാൽ ആ ഹിന്ദു കോഡ് ബിൽ, ഹിന്ദു സെക്ഷൻ ആക്ട്, ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്. ഒന്ന് അന്വേഷിച്ചു നോക്ക്. അതെനിക്കറിയേണ്ട കാര്യമില്ല. അറിയണം. വല്ല അതിമോഹവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ അറിഞ്ഞു വെക്കണം. അന്ന് ഹിന്ദുവല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ പുരുഷ പ്രജയ്ക്ക് തറവാട് സ്വത്തിന് അവകാശമില്ല. മാധവൻകുട്ടിക്ക് സ്വത്തവകാശമില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയായ മകളുടെ കാര്യം പ്രത്യേകം പറയണോ? നസ്രാണിച്ചുകളെ മേത്തച്ചുകളെ കെട്ടാൻ ഇനി വല്ല ആൺകുട്ടികൾക്കും ഇവിടെ മോഹമുണ്ടോ? അപ്പൊ അതിലൊക്കെ കേൾക്കാനാ ഞാൻ ചോദിച്ചത്. അച്ഛാ, എനിക്കൊന്നും വേണ്ട. അവകാശം പിടിച്ചു വാങ്ങാൻ വന്നതല്ല ഞാൻ. വയസ്സുകാലത്ത് എന്നെ കഷ്ടപ്പെടുത്താതെ കടന്നു പോയിക്കോ. എവിടേക്കാച്ചാ? സ്വൈരാട്ടി ആനന്ദ് കിടന്ന് മരിക്കട്ടെ ഈ വീട്ടില്. മൂത്ത മകള്, ഒരേ ഒരു മകൻ, 44 കൊല്ലം കൂടെ കഴിഞ്ഞ ഭാര്യ. എത്ര എണ്ണത്തിനെ കുഴിയിലേക്ക് വിളിച്ചു. മഹാഭാവി ഞാൻ പിന്നെയും ബാക്കി. കടന്നു പൊക്കോളാ പറഞ്ഞത്. പോവും അച്ഛൻ, ഞാൻ കാരണം വിഷമിക്കേണ്ടി വരില്ല. അപ്പേട്ടാ, എനിക്കൊരു ഉപകാരം ചെയ്യണം. കുറച്ച് രൂപ വേണം. ഞാൻ മദ്രാസിൽ പോകുന്നു. എന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. എന്റെ കയ്യിൽ എവിടുന്ന